അങ്കമാലിയിലെ വീടിൻ്റെ 2ാം നിലയിൽ ഒരു കുടുംബം കത്തി ചാമ്പലായി. സത്യത്തിൽ ഈ വിഷയത്തിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ഗ്യാസ് എ സിയുടെ ഗ്യാസ് ലീക്കായി എന്ന് പറയുന്നു, ഫയറാണ് എന്ന് പറയുന്നു. ഒരുപക്ഷെ വേറെ ആരെങ്കിലും കത്തിക്കാൻ സാധ്യതയുണ്ട്, വേറെ ആരെങ്കിലും ഗ്യാസ് ആ റൂമിലേക്ക് നടക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ന്യൂസിലേക്ക് ആദ്യം കിടക്കാം. 4 പേരുടെ മരണം. ഈ വീട്ടിലെ 2ാം നിലയിലെ മുറിക്കുള്ളിൽ 4 പേർ, ബിനീഷ് കുര്യൻ, ഭാര്യയായ അനു, മക്കളായ ജോവാന ബിനീഷ്, ജസ്വിൻ ബിനീഷ്, ഈ 4 പേർ വെന്ത് ഉരുകി മരിക്കുകയായിരുന്നു. ഈ അവരുടെ മരണകാരണം, അതായത് തീപിടുത്തത്തിനുണ്ടായ കാരണം എന്ത് എന്നതിലായിരുന്നു ഇത്രയും സമയം വലിയ രീതിയിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന ഒരു നിഗമനം പോലീസ് പറയുകയും പിന്നീട് പോലീസ് തന്നെ തിരുത്തി പറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഈ AC-യിൽ നിന്നുള്ള ഗ്യാസ് ലീക്കാണ് ഈ തീപിടുത്തത്തിന് കാരണമായത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് നമ്മളെ ഏതെങ്കിലും ഒരു വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റൂമിലോ വീടോ മൊത്തത്തിൽ അല്ലെങ്കിൽ ഫാക്ടറിയൊക്കെ തീപിടിക്കുന്ന സമയത്ത് പോലീസ് ആയാലും നാട്ടുകാരായാലും നമ്മൾ ആദ്യം സംശയിക്കുന്നത് കറണ്ട്, അതായത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് കറണ്ട് കൊണ്ട് പിന്നെ തീ പിടിച്ചതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെയാണ് അതിനെ വിലയിരുത്തുക. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ തീ പിടിക്കാനുള്ള കാരണങ്ങൾ പിന്നെ അവിടെ സാധ്യത വളരെ കുറവാണ്. 90% വരുന്ന കാരണം ഇതായിരിക്കാം. അതുകൊണ്ടാണ് പല ആളുകളും അങ്ങനെ പറയുന്നത്. ഇപ്പം ഇവിടെയും അതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് തീ പിടിച്ചതായിരിക്കാം എന്ന് പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ 4 പേര് ആ റൂമിലുണ്ട്. ഒരു അച്ഛനുണ്ട്, ഒരു അമ്മയുണ്ട്, 2 കുട്ടികളുമുണ്ട്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് ഒറ്റയടിക്ക് ഒരു ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടാൻ സാധ്യതയില്ല. എന്തായാലും ഒരു റൂമിൽ തീ കത്തുമ്പോൾ ചൂട് അവിടേക്കും ഇവിടേക്കും ഏൽക്കുന്ന സമയത്ത് ആരായാലും അത് അറിയാനും എണീക്കാനും വാതിൽ തുറന്ന് ഓടാനും പറ്റും. അതിനുള്ള സമയമൊക്കെ ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് മാത്രമല്ല എന്നുള്ളതും നമുക്ക് ഈ ഒരു വിഷയത്തിൽ അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. പിന്നീട് AC-യുടെ ഗ്യാസ് ലീക്കായിക്കൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയും സാധ്യതയുണ്ട്. കാരണം ഒരു AC-യുടെ ഏകദേശം 1 ലിറ്ററിൻ്റെ അടുത്ത് ആ ഒരു AC-യുടെ അകത്ത് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു AC-യുടെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഗ്യാസ് ലീക്കായി ഏകദേശം ഈ ഒരു സമയം രാവിലെ ഒരു 3 മണി 4 മണി ആ ഒരു സമയത്താണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇത് പതുക്കെ ലീക്കായി ആ ഒരു AC-ൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലും ഒരു ഏകദേശം ഒരു 5 സെക്കൻഡ് കൊണ്ട് ആ റൂം മൊത്തത്തിൽ കത്തി ചാമ്പലാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന പിന്നെ LPG സിലിണ്ടർ ആണെങ്കിലും AC-യുടെ സിലിണ്ടർ ആണെങ്കിലും അതൊരു ഗ്യാസാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ആ ഒരു റൂമിൻ്റെ എല്ലാ ഭാഗത്തും ഏതൊക്കെ ആ റൂമിൽ ആ ഒരു ഗ്യാസ് ലീക്കായ സമയത്ത് ഏതൊക്കെ ഭാഗത്ത് വായു ഉണ്ട്, ഏതൊക്കെ ഭാഗത്ത് വായുവിന് സഞ്ചരിക്കാൻ പറ്റും, ആ ഭാഗത്തൊക്കെ അത് സഞ്ചരിച്ച് കൊണ്ട് ആ സമയത്തൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ പാളി നിൽക്കണം. അപ്പോൾ ഇതൊരു പിന്നെ ഒരു ആ ഷോർട്ട് സർക്യൂട്ടും കൂടി ഉണ്ടാവുന്ന സമയത്ത് അതൊരൊറ്റ സ്പാർക്കിൽ മൊത്തത്തിൽ ഒരു ബോംബ് പൊട്ടുന്നത് പോലെ ബും നിറ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ AC-യുടെയും മറ്റുമൊക്കെയായി റൂമിലെ വയറിങ്ങിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് റൂമിലെ വയറിങ്ങിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പിന്നെ ഇത് സംഭവിച്ചതിന് ശേഷമുള്ള വിഷയമാണ്. ഇപ്പോൾ സംഭവിച്ചതിന് ശേഷമുള്ള വിഷയം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇത് കത്തിയത് കൊണ്ട് വയറൊക്കെ കത്തി കഴിഞ്ഞിട്ടാണല്ലോ ഇവരൊക്കെ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് അത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അമ്മ പറയുന്ന പ്രകാരം ഒരു 3:30 മണിക്കെങ്കിലും ചിലപ്പോൾ തീ പിടിച്ചിട്ടുണ്ടാവും. അമ്മ 4 മണിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് എന്നാണ് പറയുന്നത്. ആ സമയത്ത് തീയുണ്ട്. കാലിന് ഞാൻ വരുമ്പോൾ മൊത്തം മുകൾ ഭാഗം മൊത്തം കത്തിക്കൊണ്ടിരിക്കുക. ചില്ലുകളൊക്കെ ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചില്ലുകളൊക്കെ പൊട്ടിത്തെറിക്കായിരുന്നു. ഡോറ് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ നൈബർ, ചവിട്ടി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 5:15 ഇദ്ദേഹം വരുന്ന സമയത്ത് ചില്ലുകളൊക്കെ ഒരു 3 മിനിറ്റ് സമയം കഴിഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും AC-യുടെ ഗ്യാസ് ലീക്കായി അതൊരു ഒറ്റ സ്പാർക്കിൽ മൊത്തത്തിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഇദ്ദേഹം കണ്ട് 5 മണിക്ക് ശേഷം 5:15 ശേഷം ഇദ്ദേഹം കണ്ടു നിന്ന് കഴിഞ്ഞതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇയാൾ പറയുന്നു. അപ്പോൾ ഒരിക്കലും ഇത് ഗ്യാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കത്തിപ്പിടിക്കാൻ സാധ്യതയില്ല.
അപ്പോൾ കുറച്ച് സമയം നമ്മൾ മുന്നോട്ട് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് സമയം മുമ്പേ കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു റൂമിൻ്റെ അകത്തുള്ള ആളുകൾ, ഈ ഒരു 4 അംഗ ആളുകൾ ഈ ഒരു പിന്നെ ഡോറ് തുറന്ന് പുറത്ത് ചാടി രക്ഷപ്പെട്ടില്ല? അതും ഒരു ചോദ്യം ചിഹ്നമാണ്. അപ്പോൾ ഡോറ് ഈ പറയുന്ന മരണപ്പെട്ട അദ്ദേഹത്തിനും ഡോറ് തുറക്കാൻ പറ്റിയിട്ടില്ല. ഒന്നുകിൽ AC-യിലതുകൊണ്ടോ എന്തെങ്കിലും അബോധാവസ്ഥയിലാവുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ തീപിടുത്തത്തിൽ അറിഞ്ഞ ഡോറ് തുറക്കാമല്ലോ പുള്ളിക്ക്. ഡോറ് തുറക്കാൻ ശ്രമിച്ചിട്ടില്ല, ഡോറ് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ചെറിയ തീപിടുത്തമാണെങ്കിൽ എങ്ങനെയായാലും ഒരു പിന്നെ സ്പാർക്കിൽ കത്തി പടരാൻ സാധ്യതയുള്ള ഒരു വസ്തു ഇല്ലാതെ ഒരിക്കലും തീ അങ്ങനെ പടരില്ല. നമ്മളിപ്പോൾ ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ ആ വിളക്കിൻ്റെ പരിമിതമായ സ്ഥലത്ത് മാത്രം ഒരു പിന്നെ മണ്ണെണ്ണ വരുന്നത് കൊണ്ട് മാത്രമേ ആ ഒരു സ്ഥലത്ത് കത്തുള്ളൂ. ഇതൊരു വലിയ രീതിയിലുള്ള ഒരു പിന്നെ തീപിടുത്തമാകുമ്പോൾ നമ്മൾ അത് ഏത് രീതിയിൽ ചിന്തിക്കണം എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. മുകളത്തെ ആ ഒരു മുറിയിൽ മാത്രമാണല്ലോ, മുറി മാത്രമാണ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. താഴെ അവരുടെ അമ്മ ഉണ്ടായിരുന്നു, അമ്മയുടെ താഴേക്ക് മുറി തീ പിടിച്ചിട്ടില്ല. മുകളത്തെ ഒരു മുറി മാത്രമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അവർ ആ സമയത്ത് AC ഓണാക്കിയത് കൊണ്ട് പിന്നെ അവിടെ ആ ഒരു AC-യുടെ ഗ്യാസ് ലീക്കായി കത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സംശയത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. പിന്നീട് നമ്മൾ സംശയിക്കേണ്ടത് ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ അതിനും സാധ്യത കുറവാണ്. അമ്മ കണ്ടപ്പോൾ തന്നെ തീ പിടിച്ചിട്ടുണ്ടല്ലോ 4 മണിക്ക്. പക്ഷെ അമ്മയ്ക്കോ ഇവിടെ ഉണ്ടായ ഒരു ഹിന്ദിക്കാരനാണ്, പുള്ളിക്ക് വീടുകളായിട്ട് പരിചയമില്ല. പുറത്തുനിന്നൊരു സഹായം ആ സമയത്ത് ആവശ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ വീട്ടിൽ മറ്റ് സഹായികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഈ വീട്ടിൽ ആകെ ഒരു പണിക്കാരനുണ്ട്. ഇവർക്ക് ജാതിയുടെ ബിസിനസ് ഉണ്ട്, ജാതി കച്ചവടം. അപ്പൊ ആ പയ്യൻ ഇവിടെ കിടക്കണേ. അമ്മ പോയി അവരെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവൻ ചെന്ന വഴി അവനെ കൊണ്ട് കിട്ടാവുന്ന, അവൻ കുറച്ചു നേരം പുറത്ത് ആളെ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരെയും കിട്ടിയിട്ടില്ല. പുറത്തുനിന്ന് ഒരു സഹായവും ഈ ഒരു കത്തി പിന്നെ ബന്ധുരിക മരിച്ച ഈ ഒരു കുടുംബത്തിന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. പുറത്ത് ഒരു ജാതിക്ക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു പയ്യൻ അവരുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അവൻ അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ ഒരു വലിയ കത്തലായതുകൊണ്ട് തന്നെ വെള്ളം കോരി ഒഴിച്ചാലും അല്ലെങ്കിൽ അത്രത്തോളം അത് കെടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ആത്മഹത്യ ആണോ എന്നുള്ളതും സംശയമുണ്ട്. കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു ആത്മഹത്യക്കും സാധ്യതയുണ്ട്. പല രീതിയിലുള്ള പല സംഭവങ്ങൾ കൊണ്ടും അങ്ങനെ സാധിക്കാം. പക്ഷേ ഇത് സത്യത്തിൽ ഈ ഒരു പയ്യൻ കെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇവൻ അപ്പോൾ ആ സമയത്ത് എത്ര അയൽവാസികളെ വിളിച്ചാലും ആ സമയത്ത് പിന്നെ ഇത് കെടുത്താൻ സാധിക്കില്ല. കാരണം അത്രയും വലിയൊരു സ്ഫോടനം പോലത്തെ ഒരു സംഭവമാണ് ഇവർ കത്തിത്തീർന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഇവരടക്കമുള്ള ഈ ഒരു ഫാദറും മദറും അടക്കമുള്ള ഈ 2 കുട്ടികളടക്കമുള്ള ആളുകൾ ഒരു ആത്മഹത്യയിലേക്ക് ഇവർ ശ്രമിച്ചതായിരിക്കുമോ? അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കാനും സാധ്യതയില്ല എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. കാരണം എന്തൊക്കെയോ ബാധ്യതകൾ ഇദ്ദേഹത്തിനുണ്ട്. നാളെ തൊട്ട് ഞാൻ കടയിൽ പോവും. LF ഹോസ്പിറ്റലിൻ്റെ അവിടെ കടയുണ്ട്. അപ്പോൾ കടയിൽ പോകണം. കടയിൽ പോയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഫണ്ട് കിട്ടാനുണ്ട്. നാളെ ഫണ്ട് കിട്ടും. ഇദ്ദേഹത്തിന് കടയിൽ പോയില്ലെങ്കിൽ ശരിയാവില്ല. ജോലിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ്. കടയിൽ പോയി ശരിയാവില്ല, ഫണ്ട് കിട്ടാനുണ്ട്, ഫണ്ട് കിട്ടിയില്ലെങ്കിൽ പണി കിട്ടുമെന്നൊക്കെയാണ് ഇദ്ദേഹം ഈ ഒരു വോയിസിൽ നമുക്ക് എന്താണെന്ന് അറിയില്ല. ഇനി ഇൻഷുറൻസിൻ്റെ ഫണ്ട് ഇവിടെ കത്ത് പിടിച്ചിട്ടുണ്ടായി, അതിൻ്റെ ആണോന്ന് അറിയില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കടയിൽ പോയില്ലെങ്കിൽ പറ്റില്ല. ഇതിനു മുമ്പ് എന്തോ ഒരു വിഷയത്തിൽ ഇതേപോലെ കത്തി പിടിച്ചിട്ട് ഇൻഷുറൻസിൻ്റെ തുക കിട്ടാനുണ്ട്. 25 ലക്ഷം രൂപയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു വിഷയത്തിൽ 2 കാരണങ്ങൾ അവസാനമായി തെളിയിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായിട്ട് പോയത് 25 ലക്ഷം അങ്ങനെ പറഞ്ഞത് എന്നോട്. അതിൻ്റെ ശരിയായ കാര്യം അറിയില്ല. LF-ന്റെ അടുത്ത കടയിൽ പോകുന്നില്ലായിരുന്നു. അല്ല, അവിടെ സ്റ്റാഫുണ്ട്. പക്ഷെ പുള്ളി ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഇങ്ങനെ ഇതിൻ്റെ ഇതുകൊണ്ടായിരിക്കാം പുള്ളി അവിടെ ഇരുന്നിട്ട് പറയും നാളെ ആവും, അവധി മണിക്കൂർ കഴിയും, അങ്ങനെ എല്ലാവരും. സാമ്പത്തിക പ്രശ്നമില്ല, ബിസിനസ്സിലെ റോളിങ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വലിയ. അപ്പോൾ ഈ ഒരു മരണപ്പെട്ട ഈ ഒരു പുള്ളിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നാളെ 25 ലക്ഷം രൂപ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് കിട്ടും. അത് കൊടുത്താൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് നമ്മൾ ഈ വോയിസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ 25 ലക്ഷം രൂപയുടെ
മുകളിൽ ചിലപ്പോൾ ഒരു 1.5 കോടിയോ 1 കോടിയോ ഒക്കെ ഇയാൾക്ക് സാമ്പത്തികമായി ഇടപാടുകൾ ഉണ്ടെങ്കിൽ 25 ലക്ഷം രൂപ നിനക്ക് നാളെ തരാം എന്നൊരു പക്ഷേ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിന് കൂടുതൽ പണം കൊടുക്കാനുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും എനിക്കതൊന്നും പോരാ, എനിക്കുള്ള കിട്ടാനുള്ള ഫുള്ള് പണം കിട്ടിയില്ലെങ്കിൽ നിന്നെ കൊല്ലുമൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. അങ്ങനെയും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തിന് മാനസികമായി പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ഒരു പക്ഷേ ഭാര്യയുമായി ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വയം തീരുമാനപ്രകാരം ഒരു വലിയ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതായിരിക്കുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫയറിങ് നടത്തിയതായിരിക്കുമോ എന്നുള്ള കാര്യവും ഒരു സംശയമുണ്ട്. രണ്ടാമത്തെ സംശയം, ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ പയ്യൻ മുമ്പ് ഇതേപോലെ ഒരു കത്തി നശിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള ഇൻഷുറൻസായി 25 ലക്ഷം രൂപ നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവൻ എന്തെങ്കിലും ഒരു ഫയറിങ് അവിടെ നടത്തിയതായിരിക്കുമോ എന്നുള്ളതും സംശയമാണ്. കാരണം ആ വീട്ടിൻ്റെ പുറത്ത്, അതായത് ആ ഒരു റൂമിൻ്റെ പുറത്തുള്ളത് ഒരു അമ്മ മാത്രമാണ്. അപ്പോൾ അമ്മ ആ ഒരു കത്തിയതുപോലും അമ്മ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു പയ്യനെ അമ്മയെ ഏകദേശം അമ്മ ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവൻ ചെയ്തതായിരിക്കുമോ എന്നുള്ളതും ഒരു സംശയം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് പറയുന്നത് AC-യുടെ ഗ്യാസ് ലീക്കായി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഷോർട്ട് സർക്യൂട്ടും ഫയർ ആണെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വ്യക്തമായ തെളിവ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നമുക്ക് പോലീസിന് അത്രത്തോളം തെളിയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും അത് പറയാൻ സാധിക്കില്ല. പിന്നെ ഇവരുടെ തൊലി എടുത്തുകൊണ്ട്, അതായത് ഗ്യാസ് ഇവരുടെ തൊലിയിൽ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഇതൊരു ആത്മഹത്യ ആയിരിക്കുമോ, ഒരു കൊലപാതകമായിരിക്കുമോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമായിരിക്കുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധ്യതയുണ്ട്.